ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ഒരു വീഡിയോ ആണ്. ഇൻസ്റ്റാഗ്രാം എല്ലാം നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു കാര്യമെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം ഇത്തരത്തിൽ ഈ ഒരു കാര്യമെല്ലാം അറിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം നിങ്ങളല്ലാതെ മറ്റാരെങ്കിലും എല്ലാം യൂസ് ചെയ്യുന്നുണ്ടോ എന്നെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുക, ഇതിനെക്കുറിച്ചെല്ലാം നമുക്ക് നോക്കാം. പലപ്പോഴും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പാസ്വേഡ് എല്ലാം മറ്റുള്ളവർക്ക് അറിയാമെങ്കിൽ അവർക്ക് നിങ്ങളുടെ യൂസർ നെയിം എല്ലാം യൂസ് ചെയ്തും മറ്റൊരു ഫോണിലെല്ലാം തന്നെ ഇതുപോലെ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലെല്ലാം ലോഗിൻ ചെയ്യാനെല്ലാം സാധിക്കും. അതിനാൽ തന്നെ നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കേണ്ട ഒരു കാര്യമാണിത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ അറിയാത്ത ഒരാൾ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇത് നമ്മളല്ലാതെ വേറൊരാളെല്ലാം യൂസ് ചെയ്യുന്നുണ്ടോ എന്നെല്ലാം മനസ്സിലാക്കുക, ഇത് നമുക്ക് ഇപ്പോൾ നോക്കാം. ഇതിനായി ആദ്യം തന്നെ നമ്മൾ പോകേണ്ടത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഹോം പേജിലെല്ലാം പോയതിനു ശേഷം ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു 3 ലൈനിൽ ടാപ്പ് ചെയ്യുക. അതിനുശേഷം ഇവിടെ സെർച്ച് എന്നതിൽ പോയതിനു ശേഷം ലോഗ്ഡ് ഇൻ എന്ന് സെർച്ച് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം വേർ യു ആർ ലോഗ്ഡ് ഇൻ എന്നൊരു ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്യാം. ഈ തരത്തിൽ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്കൊരു പ്രൊഫൈലെല്ലാം ഇവിടെ ഓണായി വരുന്നുണ്ട്. അതായത് അക്കൗണ്ട്സ് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഇതിന് താഴെയായി വന്നിരിക്കുന്ന ഈ ഒരു ഓപ്ഷനിൽ ടാപ്പ് ചെയ്യുമ്പോൾ ഇത് എൻലാർജ് ചെയ്ത് കാണിക്കുന്നത് കാണാം. അതുപോലെ അക്കൗണ്ട് ലോഗിൻ ആക്ടിവിറ്റി എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് സമയത്തായി പല മൊബൈലിൽ നിന്നും നമ്മുടെ ഈ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ലോഗിൻ ചെയ്തിരിക്കുന്ന ഇൻഫർമേഷൻ എല്ലാം കാണാൻ സാധിക്കും. എന്നാൽ ഇവിടെ പല പ്ലേസുകളെല്ലാം കാണിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ കാലിക്കറ്റ്, അതുപോലെ തൈക്കുളം, ഒറ്റപ്പാലം, ഇങ്ങനെ ഈ ഒരു പ്ലേസ് കറക്റ്റായി പലപ്പോഴും ഇത് കാണിക്കണമെന്നില്ല. കാരണം നമ്മൾ ഇപ്പോൾ വീട്ടിൽ നിന്നാണ് ലോഗിൻ ചെയ്യുന്നതെങ്കിലും നിങ്ങളുടെ ലൊക്കേഷൻ ആയിരിക്കില്ല ഒരു പക്ഷേ ഇതിൽ ലോഗിനായി കാണിക്കുന്നത്. അതിനാൽ തന്നെ പ്ലേസ് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നിങ്ങളുടെ മൊബൈൽ ഈ ഒരു മോഡൽ തന്നെയല്ലേ ഇവിടെ എല്ലാം വന്നിരിക്കുന്നത് എന്ന് നോക്കുക. കാരണം നിങ്ങൾ ഏതെല്ലാം മൊബൈലിലാണ് ഈ ഒരു ഇൻസ്റ്റാഗ്രാം എല്ലാം യൂസ് ചെയ്യുന്നത് ആ ഒരു മോഡലെല്ലാം ഇവിടെ എഴുതി കാണിക്കും. ഇപ്പോൾ iPhone 12 Pro Max, സാംസങ് ഗാലക്സി S23 Ultra, അപ്പോൾ ഇതെല്ലാം ഞാൻ യൂസ് ചെയ്യുന്ന ഡിവൈസ് തന്നെയാണ്. എന്നാൽ ഇതിന് താഴെയായി നമ്മൾ അറിയാത്ത ഏതെങ്കിലും ഡിവൈസ് എല്ലാം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരു ഡിവൈസ് ഇതിൽ ടാപ്പ് ചെയ്യുമ്പോൾ ഇത് ഷവോമി X2 എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ യൂസ് ചെയ്തിരുന്ന ഒരു ഡിവൈസ് എല്ലാമാണ്. അതിനാൽ തന്നെ ഇതിൽ ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ആവശ്യമില്ലെങ്കിൽ ലോഗ് ഔട്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾ അറിയാത്തതായ ഏതെങ്കിലും മൊബൈലിൻ്റെ മോഡൽ നമ്പർ എല്ലാം ഇവിടെ കാണിക്കുന്നു എങ്കിൽ ഇതുപോലെ അതിൽ ടാപ്പ് ചെയ്തതിന് ശേഷം അത് ലോഗ് ഔട്ട് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ അറിയാത്ത ഫോണിൻ്റെ മോഡൽ നമ്പർ എല്ലാം ഇവിടെ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഇതിൻ്റെ പാസ്വേഡ് എല്ലാം ചേഞ്ച് ചെയ്യുക. ഈ ഒരു അക്കൗണ്ട് പാസ്വേഡ് എല്ലാം ചേഞ്ച് ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ നിങ്ങൾ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എനേബിൾ ചെയ്ത് വയ്ക്കുന്നത് നല്ലതായിരിക്കും. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്